നമസ്കാരം. എമ്പുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. മുരളി ഗോപിയുടെ എഴുത്ത് തന്നെ നമുക്കറിയാം. മുരളി ഗോപിയുടെ എല്ലാ സിനിമയിലും എഴുത്തിൽ രാഷ്ട്രീയമായി സംസാരിക്കാറുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് എടുത്ത് നോക്കിയാലും ടിയാൻ എടുത്ത് നോക്കിയാലും കമ്മാര സംഭവം എന്ന സിനിമയൊക്കെ എടുത്ത് നോക്കിയാൽ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയുള്ള ഒരു കൊട്ട് മുരളി ഗോപി എപ്പോഴും എഴുതാറുണ്ട്. അത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ലൂസിഫറിലും ഉണ്ടാക്കൊട്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന പ്രശ്നമായി മാറുന്നത് ഈ സിനിമയിലെ കോണ്ടന്റിന്, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ലേ, അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ എന്നുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ അങ്ങ് കേന്ദ്രത്തിൽ വരെ ഈ സിനിമയെ പറ്റി ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയുടെ സ്പോയിലർ ഇല്ലാത്ത കണ്ടന്റ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ സിനിമയിൽ ഓരോ പാർട്ടികൾക്കും ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിനാണെങ്കിൽ ഒരു മെഗാ തിരുവാതിര അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കൊട്ടാണ്. അതൊരു ചെറിയ കൊട്ടായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അതിന് വാഴ്ത്തിപ്പാടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്ന ആ തിരുവാതിര സംഘത്തിൻ്റെ ഗാനമൊക്കെ നമ്മൾ വളരെയധികം വൈറലായി മാറിയതാണ്. അത് മുരളി ഗോപി കൃത്യമായി തന്നെ അതിൻ്റെ സ്പൂഫ് വേർഷൻ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഒറ്റ സീൻ മാത്രമേ ഉള്ളൂ, അത് സംസാരിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ IUF എന്ന പാർട്ടി നമുക്കറിയാം. ആ സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിലാവും, അതൊരു വലതുപക്ഷ പാർട്ടിയാണ്. ആ വലതുപക്ഷ പാർട്ടി തീവ്ര വലതുപക്ഷമായി ഒന്നിക്കുന്നത് സാഹചര്യങ്ങൾ, അതിൻ്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമ പൊളിറ്റിക്കലി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ 25 മിനിറ്റ് ഒരു കലാപം സൃഷ്ടിക്കുന്ന ഒരു രംഗമാണ്. അത് വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു രംഗമാണ്, വളരെ തീവ്രത നിറഞ്ഞ രംഗമാണ്. അത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒന്ന് നെഞ്ച് പിടയും, സത്യമാണ്. അത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ, ഇത് ഞങ്ങളെയല്ലേ, അല്ലെങ്കിൽ ഇത് ഞങ്ങളെയാണല്ലോ എന്നുള്ള സംശയങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഉയരുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ വ്യാപകമായി കാണുന്നൊരു സംഭവം, ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത പല പ്രേക്ഷകരും ആ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകളാണ് വരുന്നത്. അതായത് റിലീസിന് മുന്നേ വരെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ പോലുള്ള സൈറ്റുകളിൽ കയറി ബുക്ക് ചെയ്ത പ്രേക്ഷകർ ഇപ്പം ചെയ്യുന്നത്, ഇതെല്ലാം ഞങ്ങൾ കേട്ടല്ലോ, ഇങ്ങനെയാണോ പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി നിങ്ങൾ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കുകയാണ്, ഞങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സിനിമയിൽ മറ്റ് ചില ഭാഗങ്ങളിൽ നെഗറ്റീവ് റിവ്യൂ ആയിട്ട് പ്രേക്ഷകർ വരുന്നത്. ഇത് രണ്ടും കൂട്ടിക്കലർത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം. ഇത് രാഷ്ട്രീയപരമായി ഈ സിനിമ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ ഈ സിനിമ പരമായി ഈ സിനിമ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത് വളരെ കോംപ്ലക്സ് ആയിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയപരമായി മുരളി ഗോപിയുടെ ചില വാചകങ്ങൾ, അല്ലെങ്കിൽ ഈ സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് തൻ്റെ സിനിമാറ്റിക് അനുഭവത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോഴും കണ്ടുപിടിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് രണ്ടും കലരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും വ്യത്യസ്തമാണോ എന്നുള്ളത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളിലെ പല നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നു. ഇതിങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. എമ്പുരാനെതിരെ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ മാനവും കൂടി ഈ സിനിമ സംസാരിക്കപ്പെടുമ്പോൾ മറുവശത്ത് പറയുന്നത്, ഇത് പറയാനുള്ള നട്ടല്ല ഇത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനും എഴുത്തുകാരനായ മുരളി ഗോപിയും കാണിച്ചു എന്നുള്ളതാണ് മറുപക്ഷത്ത് നിന്ന് ഈ സിനിമയിൽ നിന്നും നോക്കിക്കാണുന്ന പ്രേക്ഷകർ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായും എമ്പുരാൻ കത്തുകയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, പ്രധാനമായി കേരളത്തിലുള്ള 3 രാഷ്ട്രീയ പാർട്ടികൾക്കും ഇട്ടൊരു കൊട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു തീയാണ് എന്ന് നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. വളരെ ശക്തമായ വിഷയങ്ങൾ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കം 2 രംഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അത് നിങ്ങളുടെ സിനിമ അനുഭവത്തെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. സിനിമ കാണാത്ത പല പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണുക, എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നും തോന്നുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ വ്യക്തമാക്കുക. കണ്ടവർ രാഷ്ട്രീയപരമായി നിങ്ങൾ ആ സിനിമ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള അഭിപ്രായവും കൂടി രേഖപ്പെടുത്തുക. താങ്ക് യു.